അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് വൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങളിലേക്കാണ്. ഇറാന്റെ സൈനിക ശേഷി തകർക്കപ്പെട്ടുവെന്നും യുദ്ധം അവസാനിക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന സൂചനകളാണ് അമേരിക്കയുടെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA നൽകുന്നത്. ഇറാന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ചും സാമ്പത്തികമായി പിടിച്ചു നിൽക്കാനുള്ള അവരുടെ കരുത്തിനെക്കുറിച്ചും CIA നടത്തിയ പുതിയ വിശകലനങ്ങൾ ട്രംപിന്റെ തന്ത്രപരമായ നീക്കങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ അത്ര പെട്ടെന്നൊന്നും കീഴടങ്ങാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ട്രംപ് അവകാശപ്പെടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സൈനിക ശേഷി ഇപ്പോഴും അവർ നിലനിർത്തുന്നുമുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാന്റെ പക്കൽ ഇപ്പോഴും 70% മിസൈലുകൾ സുരക്ഷിതമായി ഇരിപ്പുണ്ട്. ഇറാന്റെ മിസൈൽ കരുത്ത് 18 മുതൽ 19% കുറഞ്ഞുവെന്നും അത് ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്നുമാണ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ക്ലാസിഫൈഡ് റിപ്പോർട്ട് ഈ വാദത്തെ പാടെ തള്ളിക്കളയുന്നു. മിസൈലുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ലോഞ്ചറുകളിൽ 75% ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങളിൽ നിന്ന് ഇറാന്റെ മിസൈൽ ശേഖരം വലിയ തോതിൽ രക്ഷപ്പെട്ടുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇറാൻ കെട്ടിപ്പടുത്ത ഭൂഗർഭ മിസൈൽ നഗരങ്ങളും സംഭരണശാലകളും തകർക്കുക എന്നത് ട്രംപ് വിചാരിച്ചതിനേക്കാൾ പ്രയാസകരമായ ദൗത്യമാണെന്ന് CIA വിലയിരുത്തുന്നു. ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങളെക്കുറിച്ച് കൂടുതൽ ആശങ്കാജനകമായ വിവരങ്ങളാണ് CIA ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. യുദ്ധം ആരംഭിച്ച 1 മാസം പിന്നിടുമ്പോൾ തകർക്കപ്പെട്ടുവെന്ന് കരുതിയ ചില ഭൂഗർഭ സംഭരണശാലകളും ഇറാൻ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. തകരാറിലായ മിസൈലുകൾ നന്നാക്കിയെടുക്കാനും യുദ്ധം തുടങ്ങുന്ന സമയത്ത് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്ന പുതിയ മിസൈലുകൾ കൂട്ടിച്ചേർത്ത് പ്രവർത്തന സജ്ജമാക്കാനും ഇറാൻ സാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കയുടെ ആക്രമണങ്ങളെ അതിജീവിക്കാനുള്ള ഒരു സമാന്തര സംവിധാനം ഇറാന്റെ സൈന്യം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ആകാശത്തു നിന്നുള്ള നിരീക്ഷണങ്ങളിൽ ദൃശ്യമാകുന്നതിനേക്കാൾ വലിയൊരു സന്നാഹം ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെക്കാൻ ഇറാന് സാധിച്ചു എന്നതുകൂടിയാണ് CIA ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. സൈനികമായ തിരിച്ചടികൾക്ക് പുറമെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. 1 മാസം നീണ്ട ബോംബാക്രമണങ്ങൾക്കു ശേഷം ഇറാനിലേക്കുള്ള തുറമുഖങ്ങൾ ഉപരോധിക്കുക എന്ന തന്ത്രത്തിലേക്കാണ് അമേരിക്ക മാറിയിരിക്കുന്നത്. ഇറാന്റെ പുതിയ വരുമാനമാർഗമായ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും കയറ്റുമതി തടയുക വഴി അവരുടെ സാമ്പത്തിക സ്രോതസ് വറ്റിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഈ ഉപരോധം വഴി ഇറാനെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാമെന്നും തന്റെ നിബന്ധനകൾ അംഗീകരിപ്പിക്കാമെന്നും ട്രംപ് കരുതുന്നു. എന്നാൽ അമേരിക്കൻ ഉപരോധത്തെ കുറഞ്ഞത് 3 മുതൽ 4 മാസം വരെയെങ്കിലും നേരിടാൻ ഇറാന് സാധിക്കുമെന്ന് CIA വ്യക്തമാക്കുന്നു. എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഇറാന്റെ സഹനശേഷി ഇതിലും അധികമാണ്. സമാനമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും ഉപരോധങ്ങളിലൂടെയും വർഷങ്ങളോളം കടന്നുപോയ ചരിത്രമുള്ളതിനാൽ ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാനാണ് സാധ്യത. ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകൾ ഇറാനിൽ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ ഉപരോധവും ഭീഷണിയും ഇറാന്റെ നേതൃത്വത്തെ കൂടുതൽ തീവ്രമായ നിലപാടുകളിലേക്ക് നയിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ മറികടക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം ഇറാന്റെ ഭരണകൂടത്തിന് വർദ്ധിച്ചിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ രാജ്യത്തിനകത്ത് ഉയരാനിടയുള്ള ആഭ്യന്തര പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും കൂടുതൽ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഈ സാഹചര്യം അവർ ഉപയോഗിക്കുന്നു. ചരിത്രപരമായി നോക്കിയാൽ ഉപരോധങ്ങളും ആകാശത്തു നിന്നുള്ള ആക്രമണങ്ങളും നേരിടുന്ന പല ഭരണകൂടങ്ങളും തകരുന്നതിന് പകരം കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് CIA ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. പുറത്തുനിന്നുള്ള ശത്രുവിനെ നേരിടാൻ ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഭരണകൂടം പയറ്റുന്നത്. കടൽ മാർഗമുള്ള കയറ്റുമതി തടഞ്ഞാൽ ഇറാൻ തകരുമെന്ന ട്രംപിന്റെ ധാരണയും പൂർണ്ണമായി ശരിയാകാൻ ഇടയില്ല. സമുദ്രപാതകൾക്ക് പകരമായി കരമാർഗം എണ്ണയും ഗ്യാസും കടത്താനുമുള്ള വഴികൾ ഇറാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. മധ്യേഷ്യയിലൂടെയുള്ള റെയിൽവേ ശൃംഖലകൾ ഉപയോഗിച്ച് എണ്ണ കയറ്റുമതി ചെയ്യാൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കപ്പൽ മാർഗമുള്ള അത്രയും വലിയ അളവിൽ ഇത് സാധ്യമാകില്ലെങ്കിലും രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ വരുമാനം കണ്ടെത്താൻ ഇത്തരം ബദൽ മാർഗങ്ങൾ സഹായിക്കും. കരമാർഗമുള്ള വ്യാപാരം തടയുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഒരു വെല്ലുവിളിയാണ്. അയൽ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ബന്ധവും ഈ സാഹചര്യത്തിൽ അവർക്ക് തുണയാകുന്നുണ്ട്. യുദ്ധം ദീർഘകാലം നീണ്ടുപോകുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെയും ബാധിച്ചേക്കാം. എണ്ണ കയറ്റുമതി നിലയ്ക്കുന്നതോടെ ഇറാന്റെ സംഭരണശേഷി കുറയുമെന്നും അവർക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതെ വരുമെന്നുമാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്.
എന്നാൽ ഇറാൻ പിടിച്ചു നിൽക്കുന്ന ഓരോ ദിവസവും അമേരിക്കയുടെ മേൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും അമേരിക്കയ്ക്ക് അവഗണിക്കാനാവില്ല. ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ട്രംപിന്റെ തെറ്റായ അവകാശവാദങ്ങൾ അദ്ദേഹത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും തിരിച്ചടിയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന കൃത്യമായ വിവരങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രസിഡന്റ് നടത്തുന്ന പ്രസ്താവനകൾ ഭരണകൂടത്തിനുള്ളിലെ വിള്ളലുകളെയാണ് തുറന്നുകാട്ടുന്നത്. ഈ സംഘർഷം നമ്മെ പഠിപ്പിക്കുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സാങ്കേതിക വിദ്യയ്ക്കും ഉപരോധങ്ങൾക്കും അതിൻ്റെതായ പരിമിതികൾ ഉണ്ടെന്നാണ്. ഒരു രാജ്യത്തെ ബോംബിട്ടോ പട്ടിണിക്കിട്ടോ പെട്ടെന്ന് കീഴടക്കാമെന്ന ചിന്ത പലപ്പോഴും പാളിപ്പോകാറുണ്ട്. ഇറാന്റെ കാര്യത്തിൽ അവർ പതിറ്റാണ്ടുകളായി ഇത്തരമൊരു സാഹചര്യത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അവരുടെ സൈനിക സജ്ജീകരണങ്ങളും സാമ്പത്തിക ബദലുകളും ട്രംപിന്റെ ഉപദേശങ്ങൾ കരുതിയതിനേക്കാൾ ആഴമുള്ളതാണ്. വരും മാസങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണത്തിൻ്റെതായിരിക്കും. ഇറാന്റെ മനോവീര്യം തകർക്കാനും അവരെ കീഴടക്കാനും ട്രംപിന് കഴിയുമോ, അതോ അമേരിക്കയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ പരാജയപ്പെടുത്തി ഇറാൻ അതിജീവിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. അവസാനമായി, സൈനികമായ വിജയത്തെക്കാൾ ഉപരിയായി തന്ത്രപരമായ നീക്കങ്ങളിലാണ് ഏതൊരു യുദ്ധത്തിന്റെയും വിജയം അടങ്ങിയിരിക്കുന്നത്. ഇറാന്റെ ശേഷിയെ കുറച്ചു കണ്ടുകൊണ്ടുള്ള ട്രംപിന്റെ നീക്കങ്ങൾ അമേരിക്കയെ കൂടുതൽ സങ്കീർണമായൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയാണ് CIA റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത്. സൈനികമായ മുൻതൂക്കമുണ്ടെങ്കിലും ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളെയും അതിജീവന ശേഷിയെയും തകർക്കുക എന്നത് കേവലം ബോംബാക്രമണങ്ങൾ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. ചർച്ചകളും നയതന്ത്രപരമായ നീക്കങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് സൈനിക ബലം മാത്രം ഉപയോഗിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായ ഈ സാഹചര്യം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് വരും മാസങ്ങളിലെ ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി തുടരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.